എൻ്റെ പേര് ജെറിൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ടെന്നീസ് എൽബോയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കറിക്ക് അരിയാനോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റില്ല. കൈക്ക് ഭയങ്കര വേദനയായിരിക്കും. വലത്ത് കൈക്കായിരുന്നു. ഞാൻ ഡോക്ടറിനെ കണ്ടു, മരുന്ന് കഴിച്ചു. ഒരു 5 ദിവസം എന്നോട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു കുറഞ്ഞില്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി ചെയ്ത ഡോക്ടറിനോട് പറഞ്ഞു ആ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്താലും കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് പ്രശ്നം വരും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ജൂലൈ മാസത്തിൽ അച്ഛൻ്റെ കൺവെൻഷൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഞാൻ അത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഒലീവ് ഓയിൽ വാങ്ങിച്ചിട്ട് ഒരു 3-4-5 ദിവസം ഞാൻ പെരട്ടി കാണും, വിശ്വാസ പ്രമാണം ചൊല്ലി. എപ്പോഴും എൻ്റെ കൈവേദന പോയി ഞാൻ അറിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് എടുത്തു. അതല്ലെങ്കിൽ കറക്കി അരിഞ്ഞ സമയത്ത് ഞാൻ പിന്നെയാണ് ആലോചിക്കുന്നത്, ശരിയാണല്ലോ എൻ്റെ കൈക്ക് വേദന ഇല്ലല്ലോ എന്ന്. പിന്നെ ഞാൻ പരീക്ഷിക്കാൻ നോക്കി, വെയിറ്റുള്ള സാധനങ്ങൾ എടുക്കാനും ഒക്കെ. എനിക്ക് എൻ്റെ കൈക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്ന്. കരങ്ങളടിച്ച് നന്ദി പറയാം. പ്രൈസ് വലിയ സൗഖ്യമാണ് കേട്ടോ. ഒലിവ് ഓയിൽ വരട്ടുക, വെഞ്ചരിച്ച ഒലിവ് ഓയിൽ. അതുപോലെ തന്നെ ഞാൻ ദശാംശം എനിക്ക് ജോലി കിട്ടിയ കാലം മുതൽ കൊടുക്കും. പക്ഷേ പാവപ്പെട്ടവരെ സഹായിക്കാനാണ് കൊടുത്തിരുന്നത്, പഠിക്കാൻ സഹായിക്കാൻ, വീട്. പക്ഷേ അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ദശാംശം കൊടുക്കേണ്ടത് പള്ളിക്കും അല്ലെങ്കിൽ സുവിശേഷവൽക്കരണത്തിനാണ് കൊടുക്കേണ്ടതെന്ന്. ഞാൻ ഓഗസ്റ്റ് മാസം ഞാനും എൻ്റെ 2 മക്കളും 3 പേരും വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ദശാംശം ഞങ്ങൾ എൽ റൂഹയിലേക്ക് അയച്ചു കൊടുത്തു, ശനിയാഴ്ച കൺവെൻഷന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. ആ മാസം എൻ്റെ മോള് ജർമ്മൻ ടീച്ചറാണ്. അവളോട് B2 എഴുതി പാസ്സാവുമ്പോഴാണ് അവളുടെ സാലറി കൂട്ടുമെന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അച്ഛൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ദശാംശം കൊടുത്ത് ആ മാസത്തെ സാലറി എൻ്റെ മോനും മോൾക്കും എത്രയാണോ കൊടുത്തത് അത്രയും സാലറി കൂടുതൽ കിട്ടി. കണ്ടോ, കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ എന്തൊരു വലിയ സാക്ഷിയാണ്. കണ്ടോ, എത്രയാണോ ദശാംശം തന്നത് അത്രയും സാലറി അവിടെ കൂട്ടി കൊടുത്തു മോനും മോൾക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും എൻ്റെ കൈക്കൊക്കെ ഭയങ്കര നീരായിരിക്കും. പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കാതെ കഴിഞ്ഞ് അങ്ങനെ പതുക്കെയാണ് ആ നീര് വൈകുന്നേരത്തേക്ക് അങ്ങനെ ഉച്ച കഴിയുമ്പോഴത്തേക്കൊക്കെ കുറയുള്ളൂ. അപ്പം ഞാൻ വെഞ്ചരിച്ച ഉപ്പ് ഒരു 3 നുള്ള് കുളിക്കണ വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുളിക്കാൻ തുടങ്ങി. ഇപ്പം അതുപോലെ തന്നെ ഞാൻ വർഷങ്ങളായിട്ട് ചൂടുവെള്ളത്തിൽ ആണ് കുളിക്കുകയുള്ളൂ, പച്ചവെള്ളത്തിൽ കുളിക്കാറില്ല. ഇവിടെ വന്നിട്ട് ഞാൻ 5 ദിവസവും പച്ചവെള്ളത്തിലാണ് കുളിച്ചത്. പക്ഷേ എൻ്റെ കൈക്ക് നീരോ എൻ്റെ മേത്ത് അങ്ങനെ നീരിൻ്റെ ഒരു പ്രശ്നവും എനിക്ക് ഇല്ല. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കര എലിശല്യം ഉണ്ടായിരുന്നു. ഡൈനിങ് റൂമിൽ നിന്ന് കിച്ചണിലേക്ക്, കിച്ചണിൽ നിന്ന് ഡൈനിങ് അങ്ങനെ ഇറങ്ങിപ്പോവും. അതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ആനാവെള്ളം തളിച്ചു തുടങ്ങി. ഇപ്പോൾ ഒരു കുറച്ച് ദിവസം ഞങ്ങൾ പോരുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് മുതൽ ആ എലിശല്യം മാറി കിട്ടി.